കമനീയ കിശോരമുഗ്ധമൂർത്തേः കളവേണുകൊണിതാവൃതാനനേന്തോ മമ വാചി വിജൃംഭതാം മുരാരേः മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡവിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജേതാം മമ വാങ്മയ ജീവിതം യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ ന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ. ജനകായ നമോ നമഃ. ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏറ്റവും വിശേഷമായിട്ടുള്ള ഉദ്ധവദൂത് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു. പിന്നീട് ഉദ്ധവൻ തിരിച്ച് ഗോകുലത്തിൽ നിന്നും ഭഗവാന്റെ അടുത്ത് വന്ന് വേണ്ട പോലെ ഭഗവാനെ അവരുടെ വിശേഷങ്ങളെയൊക്കെ അറിയിച്ചു. അതിലൂടെ ഉദ്ധവന് മനസ്സിലായത് എന്താണ്? ശരിക്ക് സർവചരാചരങ്ങളുടെയും അന്തരാത്മാവ് അല്ലെങ്കിൽ സർവസാക്ഷിയുമായിട്ടുള്ള ഒരു ഭഗവാൻ, അത് കൃഷ്ണൻ തന്നെയാണ് എന്ന് അവിടെ ഉറപ്പിച്ചു. കാരണം എന്താണ്? കൃഷ്ണന്റെ അടുത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ പരമാനന്ദം ഗോപികമാരുടെ അടുത്തിരിക്കുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാന്റെ അടുത്ത് ഇരിക്കലല്ല കൂടുതൽ നമുക്ക് ആനന്ദം കിട്ടുക. പിന്നെന്താണ്? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കണം. ഗുരുവായൂർക്കൊക്കെ അവിടെ ചെല്ലുമ്പോഴല്ല സുഖം. പിന്നെന്താണ്? ഗുരുവായൂർക്ക് എനിക്ക് പോകാൻ പറ്റിയില്ലോ, ഗുരുവായൂരപ്പൻ എങ്ങനെയായിരിക്കും, ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ, ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ എപ്പോഴും ആ ഗുരുവായൂരപ്പനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ. അപ്പൊ അതേപോലെയാണ് ഉദ്ധവൻ പറയുന്നത്. അപ്പൊ എവിടെയാണ് ഗുരുവായൂരപ്പൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അല്ലേ, നമുക്ക് ഗുരുവായൂർ അവിടെ ചെന്ന് ശ്രീരാഗത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പം അതിൻ്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്നുള്ളൊരു സത്യം നമ്മളൊന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ എവിടെയാണ് ഗുരുവായൂരപ്പൻ? ഈ ഗുരുവായൂർക്ക് പോകണമെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതിൻ്റെ സത്യം എന്താണ്? ശരിക്ക് നമ്മളുടെ ഉള്ളിലെ ഗുരുവായൂരപ്പൻ നമ്മളില് എന്തെന്നില്ലാത്തൊരു ആനന്ദം നമുക്ക് അനുഭവിപ്പിക്കുന്നതോടെ എന്ന് പറഞ്ഞ പോലെയാണ്. ഗോപികമാരുടെ അടുത്ത് ചെന്നപ്പോഴാണ് കൃഷ്ണന്റെ മഹത്വം മനസ്സിലായത്. കൃഷ്ണൻ എന്ന് പറയുന്നത് തൻ്റെ മുമ്പില് രാജാവായിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, കോമള ഗാത്രനായിട്ടുള്ള ഇതായിട്ടുള്ള ആ ആളല്ല കൃഷ്ണൻ എന്നുള്ളത് മനസ്സിലായപ്പോഴാണ് ഗോപികമാരുടെ അടുത്ത് ചെന്നപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരമ ചൈതന്യമാണ് കൃഷ്ണൻ എന്നുള്ളത് സത്യം മനസ്സിലായി അവിടെ. എന്തായാലും അവിടുന്ന് ഭഗവാൻ മധുരയിൽ നിന്ന് തിരിച്ചു പോകുന്ന രംഗമാണ് ഇനി അടുത്തത്. അവിടെ ആ സമയത്ത് കുബ്ജ എന്ന ആ ത്രിവക്രയായിട്ടുള്ള അവളുടെ 3 വളവുകളെ മാറ്റി ആ കുബ്ജയെ സൈരന്ധ്രിയാക്കി മാറ്റി. സൈരന്ധ്രി എന്നൊരു പേര്. സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ദ്രൗപദിക്ക് ഒരു പേരുണ്ടായിരുന്നു. അവര് അജ്ഞാതവാസക്കാലത്ത് സൈരന്ധ്രി എന്നുള്ളത് ആർക്കുടെ പേരായിരുന്നു? ദ്രൗപദിയുടെ പേരായിരുന്നു, പാഞ്ചാലിയുടെ പേരായിരുന്നു. അപ്പൊ ഇവിടെ കുബ്ജയ്ക്കും സൈരന്ധ്രി എന്ന് പറഞ്ഞാല് നല്ല സൗന്ദര്യമുള്ളവള് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സൈരന്ധ്രി എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം തന്നെ അത്യുത്സാഹശാലി എന്ന് വേണമെങ്കിൽ പറയാം സൈരന്ധ്രി എന്നുള്ള വാക്ക്. അപ്പം ആ കുബ്ജയെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ മധുരയിലേക്ക് തിരിച്ച് പോരുന്ന വഴി അവിടെ
മധുരയിലേക്ക് വരുന്ന വഴി ആണ് കുറിക്കൂട്ടുമായിട്ട് ഭഗവാന്റെ മുമ്പിൽ വന്ന് പെട്ടത് ആര്? ഈ കുബ്ജ. അപ്പൊ അന്ന് പറഞ്ഞു ഭഗവാനോട്, എൻ്റെ ഗൃഹത്തിലേക്ക് വരണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ അവിടുന്ന് സ്വീകരിക്കണം, എൻ്റെ ഉള്ളിലുള്ള എല്ലാം അങ്ങേക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ അന്ന് കുബ്ജ പറഞ്ഞെങ്കിലും അന്ന് ഭഗവാൻ ആ അനുഗ്രഹം കൊടുക്കാൻ സാധിച്ചില്ല. പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ കർത്തവ്യം ഇപ്പോ എന്താണ്, കംസ നിഗ്രഹം എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ തിരിച്ചു വരുമ്പോ അവിടത്തേക്ക് ഞാൻ അനുഗ്രഹിച്ചോളാം എന്ന് അന്ന് ഭഗവാൻ അവിടുന്ന് പോയപ്പോ പറഞ്ഞതാണ്. അവിടുന്ന് എന്തായാലും അവിടുന്ന് ആ കുബ്ജിയോട് പറഞ്ഞതിൻ്റെ അന്നത്തെ വാക്കുകളെ ഓർത്തുകൊണ്ട് ഭഗവാൻ ആ കാമതപ്തയായിട്ടുള്ള ആ കുബ്ജയ്ക്ക് അവളുടെ പ്രിയത്തെ നൽകുവാൻ വേണ്ടി, ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗൃഹത്തിലേക്ക് അവിടെ പോയി. എന്നിട്ടോ മഹാർഹോപസ്തരൈരാഢ്യം കാമോപായോപബൃംഹിതം മുക്താദാമപദാഗാഭിർവിതാനശയനാസനൈഃ ധൂപൈസുരഭിർദീപൈ സൃഗന്ധൈരഭിമണ്ഡിതം. ഭഗവാൻ വരുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്കും കുബ്ജ എന്തായി? എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടാക്കി എന്ന് പറയാണ്. അതായത് വളരെ വിലപിടിച്ചതായിട്ടുള്ള ഗൃഹോപകരണങ്ങളൊക്കെ അവിടെ എന്താണ് അവിടെ അലങ്കരിച്ചു. പിന്നെ കാമോദ്ദീപമായിട്ടുള്ള സാധാരണ പലതരത്തിലുള്ള വസ്തുക്കള് അവിടെ സമൃദ്ധിയായിട്ട് ശേഖരിച്ചു വെച്ചു. ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കുവാൻ വേണ്ടി, ഭഗവാൻ ആനന്ദിക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇത് മുക്താദാമ പതാകാഭിർ വിധാന ശയനാസനീഹി, പിന്നെ മുത്തുമാലകളെ കൊണ്ടും കൊടി തോരണങ്ങളെ കൊണ്ടുമൊക്കെ അലങ്കൃതമാക്കിക്കൊണ്ട് ഭഗവാന്റെ വരവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയൊരു മണ്ഡപം തന്നെ അവിടെ ഉണ്ടാക്കി. എന്നിട്ടോ അവിടെ ഭഗവാന് ശയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശയനഗൃഹം, ആ ശയനഗൃഹവും എന്തായി? പലതരത്തിലുള്ള വിധാനങ്ങളെ കൊണ്ടും പിന്നെ ധൂപൈ സുരഭിവൃദ്ദീപൈ സൃഗന്ധൈരഭിമണ്ഡിതം. അവിടെ പലതരത്തിലുള്ള പട്ടുമെത്തകള്, പിന്നെയോ ഇരിപ്പിടങ്ങള്, ഇങ്ങനെയൊക്കെ അലങ്കരിച്ചുകൊണ്ട് സുഗന്ധപൂരിതമാക്കുവാൻ വേണ്ടിയിട്ട് ധൂപം, അകരു, ചന്ദനം തുടങ്ങിയതായിട്ടുള്ള എന്താണ് ധൂപങ്ങള്, പിന്നെ പലതരത്തിലുള്ള വിശേഷാൽ ദീപങ്ങള്, വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു അല്ലെ. ധൂപൈ സുരഭിർദീപൈഹി സൃഗന്ധൈരഭിമണ്ഡിതം. പിന്നെ പൂമാലകള്, പിന്നെ അവളുടെ ഏറ്റവും വിശേഷമായിട്ടുള്ളത് എന്താണ്? അവർക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ളത് കുറിക്കൂട്ടുകളാണ് അല്ലെ. അതിൻ്റെ ഗന്ധം പകരുന്നതായിട്ടുള്ള കുറിക്കൂട്ടുകൾ, ഇതൊക്കെ എല്ലാം സജ്ജമാക്കി വെച്ചു. ആകർഷത്തോട് ആകർഷിക്കുവാൻ വേണ്ടിയിട്ട്, ഭഗവാന് വേണ്ടിയിട്ട് അതെല്ലാം റെഡിയാക്കി അവിടെ ഇരുന്നു. അവിടെ അങ്ങനെ ആ കുബ്ജ അല്ലെങ്കിൽ ത്രിവക്ര, 3 വളവുള്ള അവളുടെ ആ അങ്ങനെയുള്ള അവളെ പിന്നീട് പറഞ്ഞത് എന്താണ്? സൈരന്ധ്രി എന്നുള്ള ഒരു പേര് കൊടുത്തു എന്ന് പറയണം. അപ്പം മഥുരാപ്രവേശ വേളയില് ഭഗവാന് നൽകിയതായിട്ടുള്ള കുറുക്കൂട്ടുകളുടെ പേരിൽ, അല്ലെങ്കിൽ ഭഗവാന് നൽകിയ കുറുക്കൂട്ടുകളുടെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ അവളുടെ ആ കൂനുകളെയൊക്കെ നിവർത്തുകയും അല്ലെ, അവളുടെ ആ പ്രണയാഭ്യർത്ഥന അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ടുള്ള ആ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രേമം. അപ്പം നമ്മളുടെ ലൗകികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് നമ്മൾ പലതും ചിന്തിക്കും അല്ലെ. നമ്മളെന്താ ചിന്തിക്കുക? കുബ്ജത പ്രണയാഭ്യർത്ഥന നടത്തി ഭഗവാനോട് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം താൻ തന്നെയാണ് കുബ്ജ എന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ കുബ്ജയുടെ ഉള്ളിലും താൻ തന്നെയാണ്. അത്രയേ ഉള്ളൂ അവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. ആരിനി തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും അത്രയേ ഉള്ളൂ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മളുടെ ലൗകിക ബുദ്ധികൾ കൊണ്ട് നമ്മൾ ഓരോന്നും അങ്ങനെ വിചാരിക്കും. ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടുന്നു അല്ലെ. നമ്മളൊക്കെ എങ്ങനെയാണ് ഈ ഗോപികമാരെല്ലാവരും കൂടി ആ എന്താണ് യമുനയുടെ മടിത്തട്ടിൽ അല്ലെങ്കിൽ കാളന്തി തീരത്ത് പോയി അല്ലെ, എല്ലാവരും ഒരേപോലെ ഉറക്കെ വിളിച്ചു പറയാ, എനിക്ക് ഭർത്താവായിട്ട് നന്ദഗോപനെ കിട്ടണേ, നന്ദഗോപനെ കിട്ടണേ അല്ലെ, നന്ദഗോപന്റെ പുത്രനെ കിട്ടണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം എന്തൊരു വിരോധാഭാസമാണ് അതില് അല്ലെ. 50 പേരുണ്ടെങ്കിൽ 50 പേരും പ്രാർത്ഥിക്കുക. എങ്ങനെ? അത് പരസ്പരം പറഞ്ഞുകൊണ്ടാണ്. അപ്പം അവിടെ ഒരു അസൂയ തോന്നാൻ മേലെ അവിടെ. അപ്പം യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്താണ്? ശരിക്ക് ആരാണ് ഈശ്വരൻ എന്നുള്ളത് വ്യക്തമായിട്ട് ധരിച്ച ആൾക്കാരായിരുന്നു ഗോപികമാര് എന്ന് പറഞ്ഞ പോലെ ഇവിടെ കുബ്ജയും ആ ഭഗവാനോട് പ്രണയാഭ്യർത്ഥന നടത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്ക് തൻ്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും മാറി എൻ്റെ ഉള്ളിൽ
ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതാണ് ശരിക്ക് അതിനൊരു കാരണമായിട്ടുള്ള കൃഷ്ണനാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. തൻ്റെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപനെ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾക്ക് ഇവിടെയൊക്കെയാണ് നമ്മൾ ആ ഭാഗവതത്തിന്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. നമ്മൾ ഏത് രീതിയിലാണോ കാണുന്നത്, ഏത് കണ്ണിലൂടെയാണോ അല്ലെ, എന്താ പറയാ, പച്ച കണ്ണാടി വെച്ച് കഴിഞ്ഞാല് എല്ലാം പച്ചയായിട്ട് നമുക്ക് തോന്നുന്നു പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ആ കളറുകൾ നമ്മളുടെ ബുദ്ധി നമ്മൾ ഇതിൽ പെടുത്താതെ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഇവിടെ കുബ്ജ പ്രണയാഭ്യർത്ഥന ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? അപ്പം അന്ന് പറഞ്ഞു ഏഷ്യാമി തേ ഗൃഹം സുഭ്രൂ, എൻ്റെ ഗൃഹത്തിലേക്ക് വരണം എന്ന് അവിടുന്ന് ആ പ്രണയാഭ്യർത്ഥനയോടുകൂടി ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ അന്ന് വാക്കു കൊടുത്തു. എന്താണ്? ഞാൻ തിരിച്ചു വരുമ്പോ നിന്നെ അനുഗ്രഹിച്ചോളാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ പ്രതിജ്ഞ പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ നോക്കൂ കുബ്ജയുടെ അടുത്തേക്ക്. ഭഗവാനുണ്ടോ ഈ കുബ്ജ അല്ലെങ്കിൽ ആരായാലും എല്ലാവരും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെ, ഒന്നിലും ഒരു വിശേഷ ബുദ്ധി ഭഗവാൻ കൊടുക്കാറില്ല എന്ന് പറയുകയാണ്. അപ്പം ഇവിടെ എന്തായി, ഈ കുബ്ജയുടെ പേരൊക്കെ മാറി ഇപ്പൊ സൈരന്ധ്രി എന്ന് പറയാ. സൈരന്ധ്രി എന്ന് പറഞ്ഞാല് സുന്ദരി അല്ലെങ്കിൽ നല്ല അത്യുത്സാഹശാലി എന്നൊക്കെയാണ് സൈരന്ധ്രിക്കുള്ള പേര്. അപ്പം ശരിക്ക് പറഞ്ഞാല് ഈ കുബ്ജയെ സംബന്ധിച്ചിടത്തോളം അവളുടെ വീട്ടിൽ സാധാരണ രീതിയിൽ ഇരിക്കാറ് പതിവില്ല. ഇങ്ങനെ കംസനായിട്ടുള്ള കുറുക്കൂട്ടുകളുമായിട്ട് അതിങ്ങനെ വിറ്റ് നടക്കുന്ന ഒരു രീതിയാണ് ശരിക്ക്. അപ്പം പലതരത്തിലുള്ള രാജധാനികളിൽ പോകുക, പ്രഭുക്കന്മാരുടെയൊക്കെ ഗൃഹത്തിലേക്ക് അവിടെ പോയി അവിടെ താമസിച്ച് ആ അന്തഃപുര സ്ത്രീകളുടെയൊക്കെ സേവ സമ്പാദിച്ചുകൊണ്ട് അവരുടെ പരിചരണം ഒക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ആര്? ഈ കുബ്ജ യഥാർത്ഥത്തില്. അപ്പം ശരിക്ക് ഇവള് സകല കലാ പ്രാവീണ്യം ഉള്ള ആളാണ് ഈ കുബ്ജ എന്ന് പറയുന്നത്. ഇപ്പൊ സകല തരത്തിലുള്ള എന്താണ് ശില്പങ്ങൾ ഉണ്ടാക്കുവാൻ അറിയാം, അതുപോലെ പലതരത്തിലുള്ള കലകൾ ഉണ്ടാക്കാൻ അറിയാം. അപ്പം ഇങ്ങനെയുള്ള പല ചാതുര്യങ്ങൾ ഒക്കെ ഇവർക്ക് കിട്ടിയത് എങ്ങനെയാണ്? ആ 3 വളവുകളും നിവർത്തിയപ്പോഴാണ്. ഭഗവാൻ സൈരന്ധ്രി എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. നമുക്കറിയാൻ സാധിക്കും അവിടെ വിരാട നഗരിയില് പാഞ്ചാലി എങ്ങനെയാണ് സൈരന്ധ്രി ആയിട്ട് മാറിയത്. കാരണം അത്ര കണ്ട് കഴിവുള്ളത് കൊണ്ടും ആ രാജ്ഞി പദവി അല്ലെങ്കിൽ ആ കഴിവിനെയാണ് അവിടെ ശരിക്ക് സൈരന്ധ്രി എന്നുള്ളൊരു വാക്ക് കൊടുക്കാൻ കാരണം. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് മാറി ആര്? ഈ കുബ്ജ. എന്തായാലും അവിടെ ആ ഭഗവാന്റെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള കുബ്ജ ഗൃഹം തമായാന്തമവേക്ഷ്യ സാസനാൽ സദ്യസ്തമുദ്ധായ കിജാത സംഭ്രമാ യഥോപസംഗമ്യ സഖീഭിരച്യുതം സഭാജയാമാസ സദാസനാദിഭി. അദ്ദേഹം വരുന്നത് ഒക്കെ പ്രതീക്ഷിച്ച് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭ്രമത്തോടുകൂടി അവിടെ ആ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു വേഗം അവിടുന്ന് എഴുന്നേറ്റ് ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കാൻ വേണ്ടി താൽപ്പര്യമൊക്കെ എന്തിയതായിട്ടുള്ള തോഴിമാരെയൊക്കെ അവിടുന്ന് തയ്യാറാക്കി വെച്ചു കൊടുന്ന്. ഇങ്ങനെയുള്ള ആ തോഴിമാരോടുകൂടി വേണ്ട വിധം ആ ഭഗവാനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് എവിടെയാണോ ഭഗവാനെ ഇരിക്കുവാനുള്ള ഇരിപ്പിടം തയ്യാറായിട്ടുള്ള വിശിഷ്ട ആസനത്തിൽ കൊണ്ടിരുത്തി അവിടെ. എന്നിട്ടോ പാദ്യം, അർഘ്യം, ആചമനം, പിന്നെ മധുപർക്കം തുടങ്ങിയതായിട്ടുള്ള ഒക്കെ അവിടെ വേണ്ട പോലെ ഉപചാരപൂർവം അതൊക്കെ അവിടുന്ന് സമർപ്പിച്ചു. എന്നിട്ടോ ഭഗവാന്റെ കൂടെ വന്നതായിട്ടുള്ള ഉദ്ധവനും ഉദ്ധവൻ ഇപ്പൊ തിരിച്ച് ഭഗവാന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുന്ന രംഗമാണ് അവിടെ. അപ്പം പ്രധാനമന്ത്രിയായിട്ടുള്ള ഉദ്ധവനെയും വേണ്ട പോലെ ആദരിച്ച് ഉദ്ധവനും അവിടെ ആ ആസനം നൽകി അവിടെ. അങ്ങനെ ഉദ്ധവൻ എന്ത് ചെയ്തു? ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ മുമ്പിൽ ഒരിക്കലും ഉദ്ധവൻ ഇരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്ത് ചെയ്തു? അവിടുന്ന് ആ ആസനത്തെ സ്വീകരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് തൊട്ടു എന്നാണ് പറയുന്നത്. അതാണ് അവിടെ പറയുന്നത്. തഥോദ്ധവസ്താധുതയാഭിപൂജിതോ നിഷേധ ദുർവ്യാം അഭിമൃശ്യ ചാസനം. അഭിമൃശ്യ ച ആസനം, അതായത് ഒന്ന് ആ കൈകളെ കൊണ്ടൊന്ന് തൊട്ട് അത് സ്വീകരിച്ചു എന്നൊന്ന് വരുത്തി അവിടെ. കൃഷ്ണോപിതൂർണം ശയനം മഹാധനം വിവേശ ലോകാചരിതാന്യനുവ്രത.
ഭഗവാനാകട്ടെ താമസിയാതെ ദാ അവിടുന്ന് തനിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതായിട്ടുള്ള എല്ലാ അവിടുന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. ഭഗവാൻ അറിയാം അല്ലെ എന്തൊക്കെയാണ് ഇവിടെ ഞാൻ വരുന്നത് കണ്ടുകൊണ്ട് രത്നങ്ങളെ പതിച്ചതായിട്ടുള്ള പലതരത്തിലുള്ള ഗൃഹോപകരണങ്ങൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നു. അതുപോലെ തനിക്ക് ശയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സപ്രപഞ്ച കട്ടില് തയ്യാറാക്കിയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ഭഗവാൻ വെറും ഒരു മനുഷ്യനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യനെ പോലെ ആ മാനുഷികമായിട്ടുള്ള ഒരു ചാപല്യത്തോടു കൂടി ആ ലോകരുടെയൊക്കെ രീതികളെയൊക്കെ അനുകരിക്കുന്നതായിട്ടുള്ള കൃഷ്ണൻ ഒട്ടും താമസിയാതെ തന്നെ എന്തായി ആ വന്ന് തൻ്റെ ഉപചാരങ്ങളെയൊക്കെ സ്വീകരിച്ച് വേഗം അവിടുന്ന് സമൃദ്ധിയില് സ്നാനാദികളൊക്കെ ചെയ്ത് ആ ശയനഗൃഹത്തിലേക്ക് യാത്രയായി എന്ന് പറയുകയാണ് അവിടെ. അപ്പം സത്യത്തിൽ ഭഗവാൻ അവിടെ അതാണ് അവിടെ ലോകാചരിതാന്യനുവ്രത. ലോകാചരിതാൻ അനുവ്രത എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് ശരിക്ക്? ഭഗവാൻ അല്ലെ, ഭഗവാനാണെങ്കിൽ പോലും ഈ മാനുഷിക രൂപത്തെ സ്വീകരിച്ച് അല്ലെ ഒരു എന്താണ് ലൗകിക രീതികളെയൊക്കെ അവലംബിച്ചുകൊണ്ട് ഇതാ അവിടെ ഒരു സാധാരണക്കാരനെ പോലെ ആ സൈരന്ധ്രിയെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ വേണ്ടി ശയനമുറിയിലേക്ക് പോയി എന്ന് പറയാണ്. സാ മജ്ജനാലേപദുകൂലഭൂഷണ സ്രഗന്ധതാംബൂല സുധാസവാദിഭി പ്രസാദിതാത്മോപസസാര മാധവം സവ്രീഡലീലോസ്മിത വിഭ്രമേക്ഷിതൈ. പിന്നെ അവിടുന്ന് വേഗം എന്താണ് സൈരന്ധ്രി ആണെങ്കിലും അതെ വേഗം പോയി മുങ്ങിക്കുളിച്ച് പട്ടുവസ്ത്രമൊക്കെ ധരിച്ച് കുറുക്കൂട്ടുകളൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പൂമാലയൊക്കെ ചൂടി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുരട്ടിക്കൊണ്ട് അവിടുന്ന് അവിടെയും അവിടുന്ന് പറയുന്നുണ്ട് എന്താണ്? സ്രഗന്ധ താമ്പൂല സുധാസവാതിഭി. അതാണ് ഈ മംഗല്യമുള്ള സ്ത്രീകളൊക്കെ താമ്പൂലം ചർവണം ചെയ്യുമെന്ന് പറയുക. ചില ദിക്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഈ പെണ്ണുങ്ങള് എന്താണ് വെറ്റില മുറുക്കുന്നതിനോട് ചിലപ്പോൾ ഒരു പരിഹാസ്യമായിട്ട് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തില് അവര് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഈ വെറ്റില എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം തിരുവാതിരയ്ക്കൊക്കെ നമ്മൾ എന്താണ് 108 വെറ്റില കഴിക്കണം, അല്ലെങ്കിൽ അല്ലെ 3 കൂട്ടി കഴിക്കണം എന്നിങ്ങനെ ഒരു ശീലമൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയാണ്? മംഗല്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകമാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ എന്താണ് സൈരന്ധ്രിയ അതുപോലെ തന്നെ വെറ്റിലയൊക്കെ മുറുക്കിക്കൊണ്ട് നല്ല സ്വാദുള്ള മധു എന്താണ് തേനൊക്കെ സേവിച്ച് അങ്ങനെ ഒക്കെ ആ ഭഗവാന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവളവിടെ ആ ശയനഗ്രഹത്തിൽ അവിടെ ഇരിക്കുന്നു. അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ് അവിടെ ശരിക്ക്. അപ്പം ആ ശയനഗ്രഹത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ അവിടെ അങ്ങ് ആ ശയനഗ്രഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? അവിടെ ആഹൂയ കാന്താം നവസംഗമഹ്രിയാ വിശങ്കിതാം കങ്കണഭൂഷിതേകരേ പ്രഗൃഹ്യ ശയ്യാമധിവേശ്യ രാമയാ രമേനുലേ പാർപ്പണ പുണ്യലേശയാ. വേഗം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അല്ലെ ഭഗവാനോട് വെറുതെ ഒന്ന് അവിടുന്ന് എൻ്റെ ഗൃഹത്തിലേക്ക് വരണം, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? അത് ഓർത്ത് വെച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉള്ളില്. ആ ആനന്ദം കൊണ്ടാണോ ആ ഒരു പുതുതായിട്ടുള്ള ആ ഒരു സംഗമത്തിൽ തൻ്റെ ഉള്ളില് എന്തെന്നില്ലാത്ത ഒരു ലജ്ജ വന്ന് കൂടി. അങ്ങനെ ലജ്ജിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ മനോഹരാംഗിയായിട്ടുള്ള സൈരന്ധ്രിയെ ഭഗവാൻ എന്ത് ചെയ്തു? വേഗം തൻ്റെ കൈകളെ കൊണ്ട് അവിടുന്ന് തലോടി അടുപ്പിച്ച് തൻ്റെ താൻ ഇരിക്കുന്നതായിട്ടുള്ള ശയനത്തിലെ ആ പൂമെത്തയിലേക്ക് സൈരന്ധ്രിയെ കൂട്ടി അവിടെ കൊണ്ട് ഇരുത്തി. അങ്ങനെ തൻ്റെ ആ മധുരാപ്രവേശന വേളയില് കുറുക്കൂട്ട് നൽകിയതിൻ്റെ ഒരു പുണ്യം അല്ലെ, ആ നൽകിയതിൻ്റെ ഒരു അനുഗ്രഹം, ഒരു പുണ്യലേശം അവളെ അനുഭവിക്കുമാറ് അവളോടൊത്ത് വേണ്ട രീതിയിൽ അവളെ അവിടുന്ന് സന്തോഷത്തോടുകൂടി രമിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ സാധിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ പാദങ്ങളിൽ ആഘ്രാണം ചെയ്തുകൊണ്ട് ആ തൻ്റെ എല്ലാ ശരീരം മുഴുവൻ എന്താണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഒന്ന് സ്പർശിക്കുക. അതാണ് സാനംഗതപ്ത കുചയോരു രസസ്ഥതാക്ഷ്ണോ ജിഘ്രന്തി അനന്തചരണേന രുജോ മൃജന്തി
ദോർഭ്യാം സ്തനാന്തരഗതം പരിരഭ്യകാന്തമാനന്ദമൂർത്തിമജഹാത് അതിദീർഘതാപം. ഇന്ന് വരെ തൻ്റെ അവയവങ്ങൾ തന്നെ ഭഗവാനിൽ നിന്നും അകറ്റുന്നതായിട്ടുള്ള പലതരത്തിലുള്ള കാമദീപ്തങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അതിനെയൊക്കെ എന്താണ്, ആ കാമത്തെ മുഴുവൻ നശിപ്പിച്ചു എന്നുള്ളതാണ് അവിടെ. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ യഥാർത്ഥത്തില് ഇവിടെ എന്താണ് ഭഗവാന്റെ ഭഗവത് പാദങ്ങള് സ്പർശിച്ച് തൻ്റെ ആ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രത അവിടുന്ന് നേടിയെടുത്തു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ദണ്ഡ നമസ്കാരത്തിൻ്റെയൊക്കെ പ്രാധാന്യം. ഇത് തന്നെയാണ് നമ്മളുടെ ദണ്ഡ നമസ്കാരത്തിന്റെ അർത്ഥം. എന്താണ് ശരിക്കും? വേറെ ഒന്നുമല്ല, എൻ്റെ ശരീരം മുഴുവൻ പവിത്രീകരിക്കുകയാണ്. ഭഗവാന് വേണ്ടിയിട്ട് അങ്ങ് സമർപ്പിക്കുമ്പോൾ അത് ശുദ്ധമാകുന്നു അവിടെ, അല്ലേ? അപ്പം ആ കൃഷ്ണനെ എന്താണ് യഥാർത്ഥത്തില് ആ ഭഗവാനെ തൻ്റെ അവയവങ്ങളെ കൊണ്ട്, അല്ലെ, ആ ശരീരത്തെ പോലും അവിടുന്ന് ശുദ്ധീകരിച്ചു അവിടെ. ആ എന്താണ് സൈരന്ധ്രി എന്ന് അവിടെ പറയാണ്. പിന്നെയോ സൈവം കൈവല്യനാഥം തം പ്രാപ്യ ദുഷ്പ്രാപമീശ്വരം അംഗരാഗാർപ്പണേനാഹോ ദുർഭഗേതമയാചത. പിന്നെ വേഗം തന്നെ അവിടുന്ന് ആ കുറുക്കൂട്ട് സമർപ്പിച്ചതിന്റെ പേരിലാണ് ആ സൈരന്ധ്രിക്ക് മോക്ഷപ്രദനായിട്ടുള്ള ഭഗവാൻ, അല്ലെ, ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ ഭഗവാൻ തൻ്റെ അടുത്തേക്ക്, അല്ലെ, അങ്ങനെയും പറയാൻ വേണമെങ്കിൽ സമീപിക്കാൻ അവസരം ലഭിച്ചത്. അതുകൊണ്ട് സാധാരണഗതിയിൽ കണ്ടെത്തുവാൻ പോലും കഴിയാത്തതായിട്ടുള്ള സാക്ഷാൽ പരമാത്മ ചൈതന്യമായിട്ടുള്ള, അല്ലെ, ആ പരജ്യോതിയാണ് യഥാർത്ഥത്തിൽ ഈ തൻ്റെ മുൻപിൽ വന്ന്, അല്ലെ, ഒരു മാനുഷികമായിട്ടുള്ള രീതിയിൽ, ലൗകികമായിട്ട് രീതിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഇത്രയൊരു ഭാഗ്യമാണ് സൈരന്ധ്രിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ ഭാഗ്യഹീനയായിട്ടുള്ള അവള് എന്നിട്ടും എന്താണ് ഈ തുച്ഛമായിട്ടുള്ള കാര്യം അവിടുന്ന് യാചിച്ചല്ലോ എന്നുള്ളതാണ്. അവിടുന്ന് യാചിച്ചല്ലോ, അല്ലെങ്കിൽ എന്താണ് വേണമെങ്കിൽ എന്താണ് കൈവല്യം യാചിക്കാമായിരുന്നു വേണമെങ്കിൽ, അല്ലേ? അപ്പോഴും എന്താണ് വേറെ ഒന്നും അവിടെ എല്ലാം ആഗ്രഹിച്ചത് എന്താണ് ആ കണ്ണനെ ഒന്ന്, അല്ലെ, കണ്ണനുമായിട്ടൊന്ന് രമിക്കണം, അത് മാത്രമാണ് എനിക്ക് ആവശ്യം എന്നുള്ള രീതിയിൽ. എന്തായാലും കണ്ണൻ മുമ്പിൽ വന്നെങ്കിൽ പരമാത്മ ചൈതന്യം, ഈ എന്താണ് ജീവ സാഫല്യം എന്നുള്ളത് മോക്ഷമാണ്. ആ മോക്ഷം അവിടുന്ന് പറയാൻ സാധിക്കാതെ അത് പറയാതെ എന്താണ് ഒരു ആ കാമത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ആഗ്രഹിച്ച്, അല്ലെ, അപ്പൊ അത് കഷ്ടമായി എന്ന് ഇവിടെ പറയാണ്. അതാണ് അവിടെ പറയുന്നത്. ആഘോഷ്യതാമിഹ പ്രേഷ്ഠദിനാനി കഥിചിന്മയാ രമസ്വനോത്സഹേ ത്യക്തും സംഘം തേമ്പുരുഹേക്ഷണ. അപ്പം ആ ചെന്താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനോട്, അല്ലെ, ദിവസങ്ങൾ ഇവിടെ ഇങ്ങനെ എൻ്റെ കൂടെ കൂടണം, വസിക്കണം, രമിക്കുകയൊക്കെ വേണം. അങ്ങയുടെ സംഘത്തെ എനിക്ക് ത്യജിക്കുവാൻ ഞാൻ അശക്തയാണ്, എനിക്ക് അങ്ങേന്ന് വിട്ടുപിരിയാൻ എനിക്ക് അശക്തയാണ് ഞാൻ, അതുകൊണ്ട് അങ്ങ് ഇവിടെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ അവിടെ പറഞ്ഞ്, അപ്പം യഥാർത്ഥത്തിൽ അവിടെ ആ വളരെ പ്രിയപ്പെട്ടവനെ അങ്ങ് കുറെ നാള് ഇവിടെ താമസിച്ച് എന്നെ രമിപ്പിക്കണം എന്നൊക്കെ അവിടെ സൈരന്ധ്രി അവിടെ ഭഗവാനോടായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അങ്ങനെ ആ ഭഗവാൻ അവൾക്ക് കാമം എന്നുള്ള ആ വികാരത്തെ, അല്ലെങ്കിൽ കാമമാകുന്ന രീതിയിൽ എങ്ങനെയാണോ ഭഗവാനെ അവിടുന്ന്, അല്ലെ, ഏത് രീതിയിലാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, ഭഗവാൻ എല്ലാം അവിടെ കൊടുക്കും. പക്ഷെ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജ്ഞാനികളായിട്ട് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഇവിടെ നോക്കൂ, സൈരന്ധ്രിയെ സംബന്ധിച്ചിടത്തോളം കൈവല്യം മോക്ഷത്തിന് ഒരു പ്രയാസവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്ര കിട്ടാൻ അവിടെ ചെന്നപ്പോൾ എന്താണ് തോന്നിയത്? അവിടുന്ന് ഇതാണ് ആഗ്രഹിച്ചത്, അത് വേണ്ട പോലെ ഭഗവാൻ അത് അവർക്ക് നൽകും. അവിടെ കാമമാകുന്ന വരം അവിടെ നൽകി നന്നായിട്ട് മാനിച്ച് ഉദ്ധവനോട് കൂടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ എല്ലാവരെയും ഭഗവാൻ മാനിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പം സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള ഈശ്വരനെ കയ്യിൽ കിട്ടിയിട്ട് തുച്ഛമായിട്ടുള്ള കാര്യമാണ് അവിടെ ആവശ്യപ്പെട്ടത് ശരിക്ക്. അപ്പം വല്ലവർക്കും ഭാഗ്യവശാൽ ഭഗവത് സമ്പർക്കം ലഭിച്ചു കഴിഞ്ഞാൽ ആ അവസരം ഒരിക്കലും ഇങ്ങനെ ഈ സൈരന്ധ്രി ചെയ്തതുപോലെ പാഴാക്കി കളയരുത്. അത് സംസാരമോചനത്തിന് അല്ല, കൂടുതൽ അത്
കഷ്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നോക്കൂ, ഭഗവാനെ അടുത്ത് കിട്ടിയിട്ടും ഏതായാലും അവൾക്ക് ആ എന്താണോ ആഗ്രഹിച്ചത് ആ കാമവരം നൽകി അവിടെ നിന്നും ഭഗവാൻ യാത്രയായി എന്ന് പറയുകയാണ്. ദുരാരാധ്യം സമാരാധ്യം വിഷ്ണും സർവേശ്വരേശ്വരം യോ വൃണീതേ മനോഗ്രാഹ്യം അസത്വാൽ കാമനീഷ്യസോ. അങ്ങനെ ആ മഹാവിഷ്ണുവിനെ ആരാണോ അറിഞ്ഞ് ഉപാസിക്കുന്നത്, ദുരാരാധ്യം സമാരാധ്യം, അതായത് ദുരാരാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധിക്കാൻ എളുപ്പമല്ല ഭഗവാനെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ വളരെ ആ അറിഞ്ഞ് ഉപാസിക്കണമെങ്കിൽ അതിന് നല്ല ക്ലേശം തന്നെ വേണം. നമുക്ക് ഈ തുച്ഛമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകും. യഥാർത്ഥത്തില് അല്ലേ, അതുവല്ലോ ആണോ ഭഗവാനോട് നമുക്ക് ആവശ്യപ്പെടേണ്ടത് അല്ലേ? അപ്പം അറിഞ്ഞുപാസിക്കണമെങ്കിൽ വളരെയധികം നമ്മൾ ക്ലേശിക്കണം. അപ്പം അദ്ദേഹം സർവ ഈശ്വരന്മാർക്കും ഈശ്വരനാണ്. അതാണ് അവിടെ പറഞ്ഞത് സർവേശ്വരേശ്വരം എന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ആ ദേവദേവനെ ആരാധിക്കുവാനൊരു സന്ദർഭം കിട്ടിയാൽ കേവലം തുച്ഛങ്ങളായിട്ടുള്ള വൃണീതേ മനോഗ്രാഹ്യം അസത്വാൽ കാമനീഷ്യസവും, ഒരിക്കലും ഇങ്ങനെ തുച്ഛങ്ങളായിട്ടുള്ള വിഷയസുഖങ്ങളെ പരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവൻ ബുദ്ധിഹീന്യൻ ആണെന്ന് പറയേണ്ടത് അല്ലെ, ബുദ്ധിഹീനനാണ് എന്ന് പറയേണ്ടി വരും അവിടെ. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ഒരു ഗുണപാഠം. ഇതാണ് ശരിക്കും. അപ്പം നമുക്കറിയാം കർദമ പ്രജാപതി ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാനോട് ചോദിച്ചത്. എന്താണ് സമാനശീലാം ഗൃഹമേധേനും എന്ന് വരം ചോദിച്ചു അല്ലെ. പറഞ്ഞു അവിടെ കൈവല്യനിധിയായിട്ടുള്ള ആളാണ് അങ്ങ് എങ്കിൽ പോലും എന്താണ് തഥാസജാഹം പരിവോഢുകാമ അല്ലെ, സമാനശീലാം ഗൃഹമേധേനും, ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണ്? എനിക്ക് അല്ലെ ഒരു ആ കൈവല്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം അനുരൂപമായിട്ടുള്ള ഒരു ഭാര്യ എനിക്ക് വേണം. അപ്പം അതിന്റെ പ്രയോജനം ഭഗവാൻ എന്താണ്? ഭഗവാൻ അവിടെ അനുഗ്രഹിച്ചു എന്ന് തന്നെയല്ല, പിന്നെന്താണ് ആ അത് വേണ്ട പോലെ കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ഭഗവാൻ തന്നെ പുത്രനായിട്ട് അവിടെ ജനിച്ചു. ആലോചിച്ച് നോക്കൂ അല്ലെ, ഭഗവാന്റെ കാരുണ്യം അല്ലെ. സ്വപുത്രനായിട്ട് അവതരിച്ച് ഈ ലോകത്തിന് തന്നെ സംഖ്യ തത്വത്തെയൊക്കെ ഉപദേശിക്കുവാൻ വേണ്ടിയിട്ട് എന്നതാകിയാൽ അവിടെ ഒരു സത്യത്തിൽ ആ കർദമ പ്രജാപതിയുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒരിക്കലും വിഷയസുഖമല്ല അവിടെ ഉദ്ദേശിച്ചത്. അപ്പോഴും എന്താണ് ശരിക്ക് കൈവല്യത്തിന് അധികാരമായിട്ടുള്ള ആളാണ് അങ്ങ് എങ്കിൽ പോലും എന്താണ് എൻ്റെ ഈ കർമ്മം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് അതിൽ യാതൊരുവിധ ലൗകികമായിട്ടുള്ള ബന്ധങ്ങളും എന്നെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങയുടെ അനുഗ്രഹത്തോടുകൂടി അങ്ങ് തന്നെ എൻ്റെ അല്ലെങ്കിൽ പത്നിയായിട്ട് വന്ന് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ് അവിടെ. ദേവഹൂതിയായിട്ടും ദേവഹൂതിയുടെ മകനായിട്ടുള്ള കപിലമൂർത്തിയായിട്ടും അപ്പം ആ ഭഗവാനുമായിട്ടുള്ള, അതുകൊണ്ട് തന്നെയാണ് കപിലാവതാരത്തിൽ നമുക്ക് ശരിക്കും അറിയാം എന്താണ് പറയുന്നത്. ഒരു ഗുരുനാഥനും ശിഷ്യവും കൂടെ ചേർന്നപ്പോൾ അതിൽ നിന്നും ഒരു ജ്ഞാനാഗ്നി ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. ജജ്ഞേഗ്നി രിവദാരുണി എന്നാണ് പറയുന്നത്. രണ്ട് മരക്കഷ്ണങ്ങൾ കൂട്ടിയുണ്ടാക്കുമ്പോൾ അഗ്നി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുപോലെ രണ്ടും ഒരേപോലെയുള്ള മരക്കഷ്ണങ്ങൾ ആയിരിക്കണം. അല്ലാതെ ഇപ്പം കല്ലും മരക്കഷ്ണം കൂടെ ചിലപ്പം ഉരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അഗ്നി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരേപോലെ. അപ്പൊ എന്താണ് ശരിക്ക് ഈ രണ്ട് മരക്കഷ്ണവും രണ്ടും ഈശ്വരനാകണം. ആ രണ്ടും ഈശ്വരനായിട്ട് അതിൽ നിന്നും ഒരച്ചൊരച്ചൊരച്ച് അതിൽ നിന്നും ഒരു കപിലാവതാരമായിക്കൊണ്ട് ഭഗവാൻ തന്നെ അവിടുന്ന് ഉണ്ടായി. അപ്പൊ എന്താണ് മൂന്നും ഭഗവാൻ തന്നെ. കർദമ പ്രജാപതിയും ദേവഹൂതിയും കപില മഹർഷിയും ഒക്കെ തന്നെ ആരാണ്? ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ആ ഒരു രൂപം നമുക്ക് ഇവിടെ ഒന്ന് അതിനോട് ചേർത്ത് വെക്കാൻ സാധിക്കും. അപ്പം ഭഗവാൻ കൈവല്യനിധിയായിട്ടുള്ള ഭഗവാനെ നമുക്ക് അടുത്ത് അനുഭവിക്കാൻ ഏത് വേഷത്തിലാ വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം തുച്ഛമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും നമ്മളുടെ ഉള്ളില് അതൊക്കെ മായികമാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഈ സൈരന്ധ്രിയുടെ കഥയിലൂടെ. എന്തായാലും അതിനുശേഷം ആ അക്രൂരന്റെ അടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞത് കൊണ്ട് അവിടുന്ന് അക്രൂരന് ഒരു പ്രീതി ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ടും ഒക്കെ ആ ഉദ്ധവനോടും ബലരാമനോടും കൂടി ഭഗവാൻ നേരെ അല്ലെ അക്രൂരനും ഉപവനത്തിൽ വന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഗൃഹത്തിൽ പോയി ഒന്ന് വിശ്രമിച്ചിട്ട് മഥുരയിലേക്ക് പോകാം. അപ്പൊ പറഞ്ഞു, കൊച്ചച്ഛ അല്ലെ അക്രൂരഭ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? അമ്മാവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതെല്ലാം വന്ന കാര്യം പൂർത്തിയായതിനു ശേഷം അങ്ങയുടെ ഗൃഹത്തിലേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞു പോയതാണ്.
ഇനിയിപ്പം കുബ്ജയെ അനുഗ്രഹിച്ചു, ഇനി അക്രൂരനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഭഗവാൻ ബലരാമനെയും കൂട്ടിക്കൊണ്ട് ഉദ്ധവനോടും കൂടി അക്രൂരന്റെ ഭവനത്തിലേക്ക് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ തൻ്റെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള അവര് വരുന്നത് ദൂരെ നിന്ന് കണ്ടു. വേഗം തന്നെ എഴുന്നേറ്റ് സന്തോഷത്തോടു കൂടി അവരെ പുണർന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് വന്നതിലുള്ള അനുമോദനമൊക്കെ അറിയിച്ചു. രാമകൃഷ്ണന്മാരും ഉദ്ധവനും ഒക്കെ തിരിച്ചും എങ്ങനെയാണോ ഇങ്ങോട്ട് ചെയ്തത് അതുപോലെ തന്നെ പ്രത്യഭിവാദനങ്ങളൊക്കെ ചെയ്ത് പലതരത്തിലുള്ള പൂജയാമാസ വിധികൾ കൃതാസന പരിഗ്രഹാൻ വേണ്ട പോലെ പൂജിച്ചു. പാദ്യം അർഘ്യം ആചമന്യം തുടങ്ങിയതായിട്ടുള്ളതൊക്കെ വേണ്ട രീതിയിൽ അവിടെ ഉപചരിച്ചു. പിന്നെയോ പാദാവനേ ജനീരാപോധാരയൻ ശിരസാ നൃപ അർഹണേനാംബരേ ദിവ്യേർ ഗന്ധസ്രഭൂഷണോത്തമൈ. വേഗം തന്നെ അക്രൂരൻ എന്ത് ചെയ്തു? ആ രാമകൃഷ്ണന്മാരെ ഒരു പീഠത്തിൽ കൊണ്ടിരുത്തി അവരുടെ ആ പാദം കഴുകിച്ച ആ പാദതീർത്ഥം അവിടുന്ന് അക്രൂരൻ തൻ്റെ ശിരസിൽ വേണ്ട രീതിയിൽ ആ തീർത്ഥമായിക്കൊണ്ട് തന്നെ അതിനെ സ്വീകരിച്ച് അവിടുന്ന് ശുദ്ധമായി അവിടുന്ന് പിന്നീട് അർഘ്യം ആചമനീയം ദിവ്യങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള പട്ടുവസ്ത്രങ്ങള്, പിന്നെയോ കുറിക്കൂട്ടുകളായിട്ടുള്ള അല്ലെങ്കിൽ അകലു ചന്ദനം തുടങ്ങിയതായിട്ടുള്ള ഗന്ധങ്ങൾ ഒക്കെ ആ ഭഗവാന്റെ ആ ശരീരങ്ങളിൽ പുരട്ടിക്കൊടുത്തു. പിന്നെ അലങ്കാര വസ്തുക്കൾ ഇതെല്ലാം കൊടുത്ത് ആ ഭഗവാനെ ഗംഭീരമായിട്ട് അവിടുന്ന് പൂജിച്ചു. അവിടുന്ന് ആ തൃപ്പാദങ്ങളിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു. പിന്നെ വേഗം എഴുന്നേറ്റ് അവരുടെ പാദങ്ങളിൽ ഒക്കെ പാദങ്ങളെ എടുത്ത് എന്ത് ചെയ്തു? അക്രൂരൻ തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു എന്നാ പറയണേ. ദിഷ്ട്യാപാപോഹതക്കം സോ അർച്ചിത്വാ ശിരസാനമ്യ പാദാവംഗഗതോ മൃജൻ. ആ രാമകൃഷ്ണന്മാരുടെ പാദങ്ങളെ എടുത്ത് അക്രൂരൻ തൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് മെല്ലെ ആ മൃദുലമായിട്ടുള്ള കൈകളെ കൊണ്ട് അവിടുന്ന് തലോടാൻ തുടങ്ങി എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും എഴുന്നേറ്റുകൊണ്ട് വിനയാന്വിതനായിക്കൊണ്ട് തലകുനിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, രാമകൃഷ്ണന്മാരെ, ഭാവിയായിട്ടുള്ള ആ കംസനെയും അതുപോലെ തന്നെ അവരുടെ സാനുഗോ വാമിതം കുലം അല്ലെ, ആ കംസന്റെ പരിവാരങ്ങളെയും ഒക്കെ നിഗ്രഹിച്ച് ആ യദുവംശത്തെ വേണ്ട രീതിയിൽ അവരെയൊക്കെ ആപത്തിൽ നിന്നുമൊക്കെ അവിടുന്ന് രക്ഷിച്ചു. ഭവദ്ഭ്യാം ഉദ്ധൃതം കൃച്ഛാൽ ദുരന്താച്ച സമേധിതം. അങ്ങനെ ആപത്തൊക്കെ ഒഴിവാകുവാനുള്ള കാരണമായി അത്. അതുകൊണ്ട് എല്ലാ യദുവംശത്തെ അഭിവൃദ്ധിപ്പെടുകയും ഒക്കെ ചെയ്തു. ഇതെല്ലാം എന്തെന്നില്ലാത്തൊരു സന്തോഷം മഹാഭാഗ്യമായിട്ട് കരുതുന്നു എന്നവിടെ അക്രൂരൻ രാമകൃഷ്ണന്മാരോട് അവിടുന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ ആരാണ് ശരിക്ക്? യുവാം പ്രധാന പുരുഷോ ജഗദ്ധേതു ജഗന്മയോ ഭവദ്ഭ്യാം നവിനാ കിഞ്ചിൽ പരമസ്തി നചാപരം. നിങ്ങൾ ഈ പ്രപഞ്ച കാരണമായിട്ടുള്ള പ്രകൃതി പുരുഷന്മാരാണ് യഥാർത്ഥത്തില്. അതുകൊണ്ട് ആ ഈ ജാഗ്രത സ്വരൂപികളായിട്ടുള്ള നിങ്ങള് എന്താണ്, നിങ്ങളിൽ നിന്നും അന്യമായിട്ട് ഒരു കാരണമോ കാര്യമോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ തന്നെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവഹൂതിയും കർദമനും കപിലനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ പോലെ അവിടെ ആ അക്രൂരനും പറയുകയാണ്. അതുകൊണ്ട് താൻ സ്വയം സൃഷ്ടിച്ചതായിട്ടുള്ള ഈ പ്രപഞ്ചത്തില് താൻ തൻ്റെ തന്നെ ശക്തികളോടുകൂടി അനുപ്രവേശിച്ച് ഈ ലോകത്തിന് മുഴുവൻ അല്ലെ, ആത്മസൃഷ്ടം ഇതം വിശ്വം അന്വാവിശ്യ സ്വശക്തിഭി ഈയത്തെ ബഹുധാ ബ്രഹ്മൻ ശ്രുതപ്രത്യക്ഷ ഗോചരം. അപ്പം എന്താണ്, തൻ്റെ തന്നെ ശക്തി അതിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള ശ്രുതപ്രത്യക്ഷ ഗോചരം. അപ്പം കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള ഒരു അല്ലെ പരബ്രഹ്മത്തെ നമുക്ക് കാണാനോ കേൾക്കാനോ സാധിക്കില്ല. ഒരു ചൈതന്യം എന്ന അവസ്ഥയോടുകൂടി പല പ്രകാരത്തിലും നിങ്ങൾ പലതിലും ഒരേപോലെ ശോഭിക്കുന്നു അവിടെ. അതുകൊണ്ട് അവിടുത്തെ സൃഷ്ടികളായിട്ടുള്ള പൃഥിവ്യാദി പഞ്ചഭൂതങ്ങള് പല വസ്തുക്കളായിട്ട് രൂപാന്തരപ്പെടുന്നു. പല സൃഷ്ടികൾ അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ആത്മസ്വരൂപനും പിന്നെയോ സ്വതന്ത്രനുമായിട്ടുള്ള അങ്ങ് പലതരത്തിൽ പലരുടെ ഉള്ളിൽ ജീവസ്വരൂപേണ അവിടുന്ന് പ്രകാശിക്കുന്നു. തൻ്റെ ശക്തികളായിട്ടുള്ള ഈ സത്വ ഗുണമായാലും രജോ ഗുണമായാലും തമോ ഗുണങ്ങളായാലും അതുകൊണ്ടൊക്കെ ഇവിടെ പലതരത്തിലുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അവിടെ നടത്തുന്നു അല്ലെ. സത്വരജ തമോ ഗുണങ്ങളൊക്കെ എന്താണ് ശരിക്കും? സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ കാരണമായിട്ടുള്ള അങ്ങ് ഈ ഗുണങ്ങളുമായിട്ടൊന്നും ഒരിക്കലും അങ്ങേക്ക് അവിടെ ബന്ധമുണ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി വസ്തുക്കള് പഞ്ചഭൂതാത്മകമാണ് ശരിക്ക്. അവയ്ക്ക്
രൂപഭേദവും മാറ്റവും ഒക്കെ പലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ആ മാറ്റങ്ങളിലോ രൂപത്തിലോ ഒന്നും അങ്ങേക്ക് അവിടെ യാതൊരുവിധ അല്ലെ ബന്ധവും അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ ശ്രീപാദം അങ്ങനെയുള്ള വേറൊരു മായയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെ ഭഗവാനും നാനാത്വേന ഇവിടെ പ്രകാശിക്കുന്നു എന്നുള്ള അല്ലാതെ ഒരേ ഒരാൾ മാത്രം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം എന്താണ് ഒന്ന് തന്നെ എന്ന് അവിടെ പറയാണ് അല്ലെ. നബധ്യസേതൽ ഗുണകർമ്മഭിർവാ ജ്ഞാനാത്മനസ്തേ കുശബന്ധഹേതു. അപ്പം അങ്ങനെ ചെമ്പും വെള്ളിയും കരിങ്കല്ലും എല്ലാം എന്താണ് എല്ലാം ഈ പൃഥിവിയാണ് എന്ന് പറയാണ്. അപ്പം അവിടെ പലതരത്തിലുള്ള രൂപഭേദങ്ങളും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഈ ഭൂതങ്ങൾക്കും ഭഗവാനും ഒക്കെ എന്താണ് പലതരത്തിലുള്ള മിഥ്യാകൽപ്പം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ആ ഒരു തത്വം നാനാത്വേന പ്രതിപാദിക്കുകയാണ് ഇവിടെ. നമുക്ക് വേദവ്യാസ മഹർഷി കാണിച്ചു തരികയാണ് അവിടെ. പിന്നെ അവിടെ പറയുന്നു ദേഹം ഇന്ദ്രിയങ്ങൾ മുതലായ ഒക്കെ എന്താണ് ഇതൊക്കെ എന്താണ് മിഥ്യയാണ്. ആത്മസ്വരൂപിയായിട്ടുള്ള ആ ഈശ്വരൻ മാത്രമേ സത്യമായിട്ടുള്ള വസ്തു. ആ സത്യത്തിൽ അസംഭാവ്യമാണ് ഇതെല്ലാം. ഇവിടെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം എന്നുള്ളതിന് ഉണ്ടാകുന്ന ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ആ ബന്ധമോ മോക്ഷമോ ഒന്നും അവിടെ ബാധിക്കുന്നില്ല. അങ്ങനെയെല്ലാം തോന്നുന്നത് എന്താണ് ശരിക്കുക? അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മളുടെ മായാബന്ധം കൊണ്ട് അവിവേകമായിട്ടുള്ള ഒരു ഫലം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്നൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ജീവാത്മാവിന് പോലും ജന്മമില്ല ശരിക്കില്ല അല്ലെ. ചിത്രകേതുവിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ ശരിക്കും. ആ ജന്തു ചോദിക്കുകയല്ലേ ഏതച്ഛനും ഏതമ്മയാണെന്നൊക്കെ ചോദിക്കുന്നില്ലേ. അപ്പം ജീവാത്മാവിന് പോലും ശരിക്കും പറഞ്ഞ ജന്മമില്ല അവിടെ. അപ്പം പരമാത്മാവിന് എങ്ങനെയാണ് ജന്മം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുക? അപ്പം ജന്മമില്ലാത്തവന് ഒരിക്കലും, ജന്മമുള്ളവനെ ബന്ധവും മോക്ഷവും ഒക്കെ ഉള്ളൂ. ജന്മമില്ലാത്തവന് ബന്ധം മോക്ഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല അവിടെ. ഇതൊക്കെ നമ്മളേതാ എടുത്തു കാണിക്കുന്നു അവിടെ. ഈ അതുപോലെ തന്നെ ഉലൂഖല ബന്ധനം അല്ലെ, കാളിയന്റെ വരിഞ്ഞുകെട്ടലിൽ നിൽക്കുന്ന ആ ഭഗവാൻ, അതിൽ നിന്നുള്ള മോചനം, ഇതൊക്കെ അതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് ശരിക്ക്? ഈ ശരീരാദികളൊക്കെ മിഥ്യയാണെങ്കിൽ അവതാരങ്ങളും ഒക്കെ അപ്രകാരമല്ലേ എന്നതിനുള്ള സമാധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ പറയുന്നു, ത്വയോദിതോയം ജഗതോ ഹിതായ യഥാ യഥാ വേദപഥ പുരാണ ബാധ്യേത പാഷണ്ഡപഥീരസദ്ഭിസ്തദാ ഭവാൻ സത്വഗുണം വിഭക്തി. അങ്ങയില് ആവിഷ്കരിക്കപ്പെട്ടതായിട്ടുള്ള ഈ പലതരത്തിലുള്ള കർമ്മങ്ങള്, വൈദികമായിട്ടുള്ള അല്ലെ മാർഗം, അത് അതിപ്രാചീനമാണെങ്കിൽ പോലും ആ തിന്മ നിറഞ്ഞതായിട്ടുള്ള വേദവിരോധികളാൽ അതിന് ഒരു പോറൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ അങ്ങ് തന്നെ ഒരു സാത്വികമായിട്ടുള്ള രൂപങ്ങളിൽ പലതരത്തിലുള്ള ആ ധർമ്മത്തിന് ലോപം വരികയാണെങ്കിൽ അതിനെ അതിൻ്റെ ഗ്ലാനിയെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് അവതരിച്ച് ആ വൈദിക മാർഗത്തെ വീണ്ടും എന്താണ് അവിടെ പുനരുദ്ധരിക്കുന്നു. അവിടെ അതിനുവേണ്ടി അങ്ങ് പലതരത്തിലുള്ള അവതാരങ്ങളെ അവിടുന്ന് സ്വീകരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ അല്ലെ തൻ്റെ അംശമായിട്ടുള്ള അനന്തൻ ആദിശേഷനോടുകൂടി വസുദേവപുത്രനായിക്കൊണ്ട് അവിടെ അവതരിച്ചു. യയാതി ശാപത്താല് ദുഷിച്ചതായിട്ടുള്ള യാദവ വംശത്തിന്റെ നശിച്ച കീർത്തി ഉയർത്തുകയും അതുപോലെയോ അസുരാംശമായിക്കൊണ്ട് ജനിച്ചതായിട്ടുള്ള പലതരത്തിലുള്ള ദുഷ്ട രാജാക്കന്മാരെയും ഒക്കെ അവരുടെ അനേകം അക്ഷൗഹിണികൾ വരുന്നതായിട്ടുള്ള സൈന്യത്തെയും ഒക്കെ എല്ലാം ഉന്മൂലനം ചെയ്ത് ഈ ഭൂമിയുടെ ഭാരത്തെയൊക്കെ അങ്ങ് ക്ഷയിപ്പിക്കുക. ഇതാണ് അങ്ങയുടെ യഥാർത്ഥത്തിലുള്ള ആ അവതാരത്തിന്റെ ഉദ്ദേശം. അപ്പം ചെറിയ കുട്ടികള് കാണാൻ മേലെ നമുക്ക് ഇപ്പൊ കുട്ടിക്കാലത്തൊക്കെ, ഇന്നിപ്പോ അതൊന്നും ഇല്ല അല്ലെ. നമ്മള് കുട്ടിക്കാലത്ത് മണ്ണപ്പം ഉണ്ടാക്കുക, അതുപോലെ വീട് ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ അല്ലെ അച്ഛൻ അമ്മ കുട്ടികൾ എന്നുള്ള രീതിയിലൊക്കെ കളിക്കുക. ഇങ്ങനെ ആ വീടുണ്ടാക്കിയൊക്കെ മറ്റും കളിക്കുമ്പോൾ മുതിർന്നവര് അവരെ വന്ന് സഹായിക്കാറ് പതിവില്ല. ഉണ്ടോ? മുതിർന്നവർ വന്ന് എന്നാ ഞാനും കൂടെ കൂടാം എന്ന് ഒന്ന് തമാശയ്ക്കുള്ള രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുമായിരിക്കും. അതുപോലെ ഈ പ്രപഞ്ചം എന്നുള്ളത് ശരിക്ക് എന്താണ്? മിഥ്യയാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇത് ശരിക്കും മിഥ്യയാണ്. ശരിക്കും ഈ കുട്ടികൾ വീടുണ്ടാക്കുന്ന പോലെയാണ്. ഭഗവാൻ എന്താണ് ലൗകികമായിട്ട് ഈ നമ്മളെ കുട്ടികൾക്ക് അതായത് തോരൻ അല്ലെങ്കിൽ ഇത് കൂട്ടാൻ, ഇത് അതിനകത്ത് വെക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ അവരെ
അതിന്റെ രസത്തിൽ നമ്മൾ അവരോട് കൂടെ കൂടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ പോലും അതിലുള്ള ജീവന്മാർക്ക് ഒരു സംരക്ഷണം ഏകിക്കൊണ്ട് ഭഗവാൻ പല രീതിയിൽ അവതാരങ്ങൾ ഇവിടെ എടുക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതാരങ്ങൾ എടുക്കുന്നതെന്ന് പറയണത്. അപ്പം മിഥ്യയായിട്ട് പരിഗണിക്കാവുന്നത് അല്ല എന്നുള്ള ഒരു ഭാവം നമുക്ക് നമ്മളിൽ കാണിച്ചു തരുന്നതോടെ എന്തായാലും പിന്നീട് എല്ലാ ദേവന്മാരുടെയും പിതൃക്കളുടെയും ജീവജാലങ്ങളുടെയും മനുഷ്യരുടെയും ഒക്കെ അല്ലെങ്കിൽ വേദങ്ങളുടെയും ഒക്കെ ആകത്തുകയാണ് യഥാർത്ഥത്തിൽ ആര്? ആ സച്ചിദാനന്ദ ബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ. അപ്പം അങ്ങനെയുള്ള ആ കൃഷ്ണന്റെ ആ പാദ തീർത്ഥമാണ് ഇന്നിപ്പം അക്രൂരൻ അല്ലെ അവിടുന്ന് സ്വീകരിച്ച് ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് ഈ ത്രൈലോക്യം മുഴുവൻ അല്ലെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ കൊണ്ട് ഗംഗയായിക്കൊണ്ട് ഒഴുകി അല്ലെ തീർത്ഥങ്ങളായിട്ട് ഈ ത്രൈലോക്യം മുഴുവൻ ശുദ്ധീകരിക്കുന്നുണ്ടോ? അങ്ങനെ ജഗൽ ഗുരുവും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനുമായിട്ടുള്ള ആ ഭഗവാൻ അവിടുത്തെ ആ നിന്തിരുവടി ഇതാ ഇപ്പോ ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ എൻ്റെ ഭവനം. അക്രൂരൻ പറയാണ് എൻ്റെ ഈ ഗൃഹം ഇപ്പൊ എന്താണ് ഭാഗ്യാതിരേകമുള്ളത് തന്നെയാണെന്നുള്ള സംശയമില്ല. ഞാൻ ഇന്ന് എന്തെന്നില്ലാത്ത ധന്യനായി ഇപ്പോ. അങ്ങനെ ആ ഭക്തപ്രിയനും അതുപോലെ തന്നെ വാഗ്ദാനം പരിപാലിക്കുന്നവനും സർവ്വജീവജാലങ്ങളുടെയും ഒക്കെ സുഹൃത്തും എല്ലാവർക്കും കാരണമായിട്ടുള്ള ആത്മസ്വരൂപിയായിട്ട് വർത്തിക്കുന്ന ഓരോരുത്തരുടെയും ആ സുഹൃത ദുഷ്കൃതങ്ങളെ സ്വയമേവ അറിയുന്നയാളാണ് ഭഗവാൻ അല്ലെ. കൃതജ്ഞനുമായിട്ടുള്ള അവിടുത്തെ അല്ലാതെ ഞാൻ മറ്റേ ആരെയാണ് യഥാർത്ഥത്തിൽ വിവേകത്തോടു കൂടിയാണെങ്കിൽ ഞാൻ ആശ്രയിക്കുന്നത്? വിവേകിയായവൻ ആരെയാണ് ആശ്രയിക്കുക? വേറെ ആരെയും ആശ്രയിക്കുകയില്ല. ഒരേ ഒരു അല്ലെ ആ ഓരോരുത്തരുടെ ആവശ്യാനുസരണം അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളെ കാമങ്ങളെ അങ്ങ് ദാനം ചെയ്യുന്നു. ദിഷ്ട്യാ ജനാർദ്ദന ഭവാനിഹ നഃ പ്രതീതോ യോഗേശ്വരൈരപി ദുരാപഗതി സുരേശൈഃ ഛിന്ദ്യാശു നഃ സുതകുലത്ര ധനാപ്തഗേഹ ദേഹാദിമോഹരശനാം ഭവദീയമായാം. അപ്പം ഇതുകൊണ്ടൊന്നും അങ്ങയില് യഥാർത്ഥത്തില് ഒരിക്കലും ഉച്ചനെന്നോ നീചനെന്നോ ഉള്ള ആ ഉച്ചനീചത്വങ്ങളൊന്നും അവിടെ കൽപ്പിക്കാവതല്ല. അതുകൊണ്ട് ഇച്ഛയോടുകൂടി ദാനം ചെയ്യുകയാണെങ്കിലേ അത് കൽപ്പിക്കേണ്ട കാര്യമുള്ളൂ അവിടെ. അപ്പം അതുകൊണ്ട് ദുർജനങ്ങളെ അടിച്ചമർത്തുവാനും വേണ്ടിയിട്ട് സജ്ജനങ്ങളെ മോചിപ്പിക്കുവാനും വേണ്ടിയിട്ട് പുരുഷാർത്ഥങ്ങളെയൊക്കെ ദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഹേ ജനാർദ്ദന, അങ്ങ് സനകാദി യോഗിവര്യന്മാരെ കൊണ്ടും പിന്നെയോ ഇന്ദ്രാദി ദേവശ്രേഷ്ഠന്മാരാലും ഒക്കെ ആ ദുർജ്ഞേയമായിട്ടുള്ള ഗതിയോട് കൂടിയിട്ടുള്ള അങ്ങ് അല്ലെ ദുർലഭമായിട്ട് ഏവം ദുർലഭ്യ വസ്തുന്യഭി സുലഭതയാ എന്ന് പറയല്ലേ, ആ ദുർലഭമായിട്ടുള്ള അങ്ങ് അടിയങ്ങളുടെ ഭവനത്തിൽ എഴുന്നള്ളിയത് ഞാൻ എത്ര കൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ എൻ്റെ ഒരു മഹാഭാഗ്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അടിയങ്ങൾക്ക് പുത്രനായിട്ടും അല്ലെങ്കിൽ ഭാര്യയായിട്ട് ധനമായിട്ട് ബന്ധുക്കളായിട്ട് ഗൃഹമായിട്ട് ഇതൊക്കെ എന്താണ് ശരിക്ക് യഥാർത്ഥത്തില് അവിടുത്തെ മായയല്ലേ? അവിടുന്ന് അങ്ങയുടെ ആ മായയാൽ ഉണ്ടാകുന്ന ആ എന്താണ് മമത, ആ ബന്ധമാണ്. അപ്പം ഇവിടെ പറയുന്നത് എന്താണ് ശരിക്ക്? അവിടെ പറയാണ് ഛിന്ദ്യാശുന കുലത്ര ധനാപ്തഗേഹദേഹാദിമോഹരശനാം ഭവദീയമായാം. അങ്ങയുടെ മായ കൊണ്ട് എനിക്ക് ഇതിനോടൊക്കെയുള്ള ഒരു ആസക്തി അല്ലേ. അവിടെ പണ്ട് കുന്തിസ്തുതി പ്രാർത്ഥിച്ചില്ലേ, സ്നേഹപാശം ഇമം ചിന്തി പാണ്ഡുഷു കൃഷ്ണിഷു എന്ന് പ്രാർത്ഥിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അക്രൂരനും അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭാര്യ, ധനം, ബന്ധുക്കള്, ദേഹം, ഗൃഹം എന്നതൊക്കെയുള്ള ഇതിനോടുള്ള ഈ സ്നേഹപാശത്തെ ഒന്ന് മുറിച്ചു തരണേ ഗുരുവായൂരപ്പാ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇങ്ങനെ ആ സൈരന്ധ്രിയുടെ സമീപനവും അതുപോലെ തന്നെ അക്രൂരന്റെ സമീപനവും തമ്മിലുള്ള അന്തരം നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇവിടെ അല്ലെ. ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്താണ്, ഇതെല്ലാം എനിക്ക് ഉണ്ടാക്കി തരണേ അല്ലെ. ആ കാമത്തിന് വേണ്ടിയിട്ട് ആ ഭഗവാന്റെ അടുത്ത് യാചിച്ചെങ്കിൽ ആ കാമത്തെ ഇല്ലാണ്ടാക്കി തരണേ എന്നുള്ള ആ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് അക്രൂരനിലും കൂടി കാണാൻ സാധിക്കും. അപ്പം രണ്ടുപേരുടെയും ആ ഒരേ എന്താണ്, അതാണ് പറയുന്നത് ഉപചയാപചയങ്ങൾ എന്ന് പറയൂ ഇതിന് അല്ലെ. നോക്കൂ, സൈരന്ധ്രി എന്താണ് ആവശ്യപ്പെട്ടത് അത് ഭഗവാൻ കൊടുത്തു
എന്നാ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഉദ്ധവൻ അല്ല പിന്നെ അക്രൂരൻ ചോദിച്ചത്. അക്രൂരൻ ചോദിച്ചതും അതും ഭഗവാൻ ദാ അക്രൂരനത് പറഞ്ഞു കൊടുത്തു എന്ന് പറയാണ്. അപ്പം ആ ഭക്തനായിട്ടുള്ള അക്രൂരൻ ഇപ്രകാരം ആ ഭഗവാനെയൊക്കെ പൂജിക്കുകയും നന്നായിട്ട് സ്തുതിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അക്രൂരന്റെ മോഹം ജനിപ്പിക്കുകയാണോ എന്ന് തോന്നിക്ക രീതിയിൽ ഭഗവാൻ വേഗം ആ പറഞ്ഞതിനെ അല്ലെങ്കിൽ അരുളി ചെയ്തതിനെയൊക്കെ ശ്രീശുകൻ അവിടെ പറയുകയാണ്. അതായത് പിതൃവും ബന്ധുവുമായിട്ടുള്ള അല്ലെ, ചില അച്ഛന്റെ സ്ഥാനമാണ് അല്ലെ, അച്ഛന്റെ അനിയൻ എന്നുള്ളൊരു സ്ഥാനമാണ് ശരിക്ക് ബന്ധുവുമായിട്ടുള്ള അങ്ങ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പൂജ്യനായിട്ടുള്ളൊരു ഗുരുനാഥനാണ് എന്ന് പറയാണ് അവിടെ. ഞങ്ങളാകട്ടെ അങ്ങയുടെ സംരക്ഷണത്തില് വിധേയര് അനുകമ്പ അർഹിക്കുന്നവരാണ് ഞങ്ങള്. അപ്പം ഞങ്ങൾക്ക് ആ അങ്ങയുടെ പുത്രന്മാരുടെ സ്ഥാനമാണ് യഥാർത്ഥത്തില്. രാമകൃഷ്ണന്മാര് പറയുകയാണ് അവിടെ ശരിക്കും ആരാ ഞങ്ങള്, ഞങ്ങളുടെ ചെറിയച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും അങ്ങയുടെ പുത്രന്മാരാകാനുള്ള ആ പുത്രവാത്സല്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനും പുറമെ എന്താണ് ആ ഭവാന്മാരെ പോലെയുള്ള മഹായോഗ്യന്മാര്, ഭക്തന്മാര്, ഭാഗ്യവാന്മാര് ഒക്കെ ആശ്രയിക്കപ്പെടുവാൻ പറ്റിയവരുമാണ് ഞങ്ങൾക്ക് ആ ഒരു ഭാഗ്യം അല്ലെ, അക്രൂരഭന്റെ ആ സംരക്ഷണയിൽ കഴിയാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇങ്ങനെ ഒരു മഹാഭക്തന്റെ സംരക്ഷണയിൽ ഞങ്ങൾക്ക് കഴിയാൻ സാധിച്ചു തന്നെ ഞങ്ങൾക്ക് എത്രയോ ഭാഗ്യമാണ്. ഞങ്ങളുടെ ദേവന്മാര് ഭവദ്വിധാ മഹാഭാഗ നിഷേവ്യ അർഹസത്തമാഹ ശ്രേയസ്താമേർനിത്യം ദേവാ സ്വാർത്ഥാന സാധവ. അപ്പം ദേവന്മാര് എന്ന് പറഞ്ഞാൽ അവര് തൻകാര്യം നേടുവാൻ വേണ്ടിയിട്ട് തൽപരര് മാത്രമാണ് ശരിക്ക്. എന്നാൽ അങ്ങനെയല്ല, ഭക്തനാണ് അങ്ങ് ശരിക്ക്. അപ്പം അക്രൂരന് ആ വസുദേവരുടെ അകന്ന ഒരു ഭ്രാതാവിന്റെ സ്ഥാനം ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം നവമത്തിലെ ആ വംശാവലിയൊക്കെ പറയുന്നിടത്ത് അവിടെ പറയൂ അവിടെ. അപ്പം ജ്യേഷ്ഠാനുജന്മാരായിട്ട് മാറുകയാണ് അവിടെ വസുദേവരും ഈ അക്രൂരനും ഒക്കെ. അങ്ങനെ ആ പുത്രന്റെ സ്ഥാനവും കൂടി വേണമെങ്കിൽ അവിടെ കൽപ്പിക്കാം. പോരെങ്കിലോ സ്വഭാവ ഗുണം കൊണ്ടും ഒരു അച്ഛന്റെ അനിയൻ കൊച്ചച്ഛൻ എന്നുള്ള ഒരു സ്ഥാനം കൊണ്ടും ഒക്കെ ജ്ഞാനം കൊണ്ടും ഒക്കെ, ജ്ഞാനം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഗുരുസ്ഥാനം കൊടുക്കാം അല്ലെ, സ്നേഹം കൊണ്ട് അച്ഛന്റെ സ്ഥാനം കൊടുക്കാം, ജ്ഞാനം കൊണ്ട് ഗുരുസ്ഥാനം ഒക്കെ അവിടെ കൊടുക്കാം. അപ്പം ദേവന്മാര് അവരെ ഉപാസിക്കുന്നവരെ മാത്രമേ അനുഗ്രഹിക്കാറുള്ളൂ ശരിക്ക് അല്ലെ, അല്ലാത്തവരെ തിരിഞ്ഞു നോക്കുക പോലും ദേവന്മാര് ചെയ്യുന്നില്ല. അപ്പം സജ്ജനങ്ങൾ എന്താണ് എല്ലാവരെയും ഒരേപോലെ കാണും. അതാണ് അക്രൂരൻ എന്നുള്ള ഒരു ഭക്തന്റെ മഹിമ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് പറയാണ് മഹ്യം മയാനി തീർത്ഥാനി നദേവാമൃച്ഛിലാമയാഹ തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ. പറയുന്നു ജലാശയ രൂപത്തിലുള്ള തീർത്ഥങ്ങളും പിന്നെയോ മൃച്ഛിലാമയ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിക്കുന്നതായിട്ടുള്ള ദേവപ്രതിമകളും ഒക്കെ ആത്മശുദ്ധീകരണത്തിന് ഉപകരിക്കുക ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരിക്കലും അങ്ങനെ നമ്മളുടെ അല്ലെ, നമുക്ക് മണ്ണിനെയും വെള്ളത്തെയും അഗ്നി പഞ്ചഭൂതങ്ങളെയും എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കാണാൻ ഒരു സനാതന ധർമ്മത്തിന് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും നിർമ്മിക്കുന്നതായിട്ടുള്ള ദേവപ്രതിമകളും ഒക്കെ ഇതൊന്നും ആത്മശുദ്ധീകരണത്തിന് ഉപകരിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ അവ വളരെ സാവധാനത്തിലേ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതാണ് അവിടെ ആ വിശേഷേണ ഗ്രഹിച്ച് അതിന് കുറച്ച് കാലതാമസം എടുക്കും അവിടെ. അതാണ്, അത്രയേ ഉള്ളൂ അവിടെ. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? നഹ്യമ്മയാനി തീർത്ഥാനി നദേവാ മൃച്ഛിലാമയാ തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ. എന്നാൽ അതൊക്കെ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി തൊഴുതുമ്പോഴൊക്കെ നമുക്ക് ആ അനുഗ്രഹമൊക്കെ കുറച്ച് താമസിക്കുമെങ്കിൽ, എന്നാൽ സത്സംഗം അങ്ങനെ അല്ല എന്ന് പറയാണ്. തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ അല്ലെ, സജ്ജനങ്ങളുടെ ദർശനം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് വേഗം എന്ത് ചെയ്യുന്നു, ആത്മശുദ്ധീകരണം പെട്ടെന്ന് നടക്കുന്നു എന്ന് പറയാണ്. സ്വധുന്യാപോനുസേവയാം ഭവത്വിധ ഭാഗവത. നമ്മള് പ്രഥമ സ്കന്ധത്തിലൊക്കെ നമ്മൾ അത് ഇഷ്ടംപോലെ അത് പറഞ്ഞതാണ്. അപ്പം ആ ആശയമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം സത്സംഗം കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ 100 മടങ്ങ് നമ്മളുടെ ആത്മശുദ്ധീകരണം ക്ഷേത്രത്തിൽ പോയാൽ കിട്ടില്ല എന്നുള്ള അല്ല പറയുന്നത്. അത് കുറച്ച് താമസം എടുക്കുമെങ്കിൽ സജ്ജനങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ നമുക്കത് വേഗം അത് സിദ്ധിക്കുന്നു എന്ന് നമുക്കതാ ഇവിടെ കാണിച്ചു തരികയാണ്. പിന്നെ എന്താണ്,
വേഗം തന്നെ അങ്ങനെയുള്ള ആ ഭവാൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇടയിൽ ഏറ്റവും യോഗ്യൻ തന്നെയാണെന്ന് രാമകൃഷ്ണന്മാരിത് അക്രൂരനോടായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ആ പാണ്ഡുവിന്റെ പുത്രന്മാർക്ക് ശ്രേയസ് ഉണ്ടാക്കേണ്ടതിലേക്ക് അവരുടെ വൃത്താന്തം അറിയുവാൻ വേണ്ടിയിട്ട് അങ്ങ് ഹസ്തിനാപുരിയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വേഗം അവിടെ ചെന്ന് ആ പാണ്ഡു മരിച്ചതിന് ശേഷം പിന്നെ അവിടെ ചെറിയ കുട്ടികളായിട്ടുള്ള യുധിഷ്ഠിരാദികള് ധൃതരാഷ്ട്ര രാജാവിന്റെ അടുത്ത് ആ ധൃതരാഷ്ട്രന്റെ അടുത്ത് നിന്നുകൊണ്ട് ഹസ്തിനാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതും അവര് അമ്മയോടുകൂടി ക്ലേശിച്ച് അവിടെ ജീവിക്കുകയാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ വേഗം അക്രൂരനോട് പറയുകയാണ്, ഇപ്പൊ എങ്ങനെയാണ് അവിടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പം ആ ദുര്യോധനാദികളുടെ ക്രൂരമായിട്ടുള്ള പലതരത്തിലുള്ള ദുസ്സഹങ്ങൾ ഏറ്റുകൊണ്ട് യുധിഷ്ഠിരാദികൾ അവിടെ കഴിയുന്നു. കുന്തിദേവിയായിട്ട് അമ്മയോട് കൂടി കഴിയുന്നു. അങ്ങനെയുള്ള അവരുടെ അടുത്തേക്ക് വേഗം തന്നെ അങ്ങ് പോകണം. ഒരു ദൗത്യധർമ്മം നന്നായി അറിയാവുന്ന ആളാണ് ആര്? അക്രൂരൻ. അപ്പം അതുകൊണ്ട് ഇപ്പം കംസന്റെ ആ ദോഷം ഇപ്പം തീർന്നു. അവിടെ കംസന്റേത് കഴിഞ്ഞു. അവിടെ ഇപ്പൊ കംസനും അതോടെ കഴിഞ്ഞു. കംസന്റെ ദുർഭരണവും കഴിഞ്ഞു, കംസനും കഴിഞ്ഞു. ഇനി ഭഗവാന്റെ ദൗത്യം എന്താണ്? അതിന്റെ ഉദ്ദേശം പാണ്ഡവരുടെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് അതിന് പരിഹാരം കാണലാണ് ഇനി അടുത്ത ആ ദൗത്യം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തേഷു രാജാംബികാപുത്രോ ഭ്രാതൃപുത്രേഷു ദീനധീഹി സമോന വർത്തതേ നൂനം ദുഷ്പുത്രവശഗോന്ധതൃ. അങ്ങനെ അംബികയുടെ പുത്രനായിട്ടുള്ള ധൃതരാഷ്ട്ര വേഗം, അതിൽ എന്താണ് ശരിക്ക്? ജാത്യാൽ അന്ധൻ തന്നെയാണ് ശരിക്ക്, അല്ലേ? ജനനത്തിൽ തന്നെ അയാള് അന്ധനാണ്. പിന്നെയോ ആ അന്ധത തന്നെ എന്നുള്ള അല്ല, പിന്നെന്താണ്? ദുഷ്ടനും കൂടിയാണ് എന്ന് പറയാണ്. അന്ധദൃക്ക്, ദുഷ്പുത്ര വശഗോന്ധതൃ. അതുകൊണ്ട് ഗച്ഛജാനീഹി തൽവൃത്തമധുനാ സാധ്വസാധുവാ വിജ്ഞായ തൽവിധാസ്യാമോ യഥാശം സുഹൃദാം ഭവേൽ. അതുകൊണ്ട് വേഗം ആ എന്താണ് ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കലിയുടെ അംശമാണ് ശരിക്കും ദുര്യോധനൻ എന്ന് വേണേൽ പറയാം, അല്ലേ? അങ്ങനെയുള്ള കലിയുടെ അംശമായിട്ടുള്ള ദുര്യോധനന്റെ സ്വാധീനത്തിന് വശംവദരായിട്ടുള്ള ആ യുധിഷ്ഠിരാദികൾ പാണ്ഡവരോട് ഇന്ന് പലതരത്തിലുള്ള പക്ഷാഭേദങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള ധൃതരാഷ്ട്രരെ കാണാൻ സാധിക്കും. അതുകൊണ്ട് വേഗം ഗച്ഛജാനീഹി തദ്വൃത്തം അധുനാ സാധ്വ അസാധുവ. അവിടെ ആ പാണ്ഡവരുടെ സ്ഥിതി നല്ലതാണോ, സാധുവാണോ, അസാധുവാണോ, നല്ലതാണോ, ചീത്തയാണോ എന്നൊക്കെ അറിഞ്ഞ് വേഗം അവിടെ ചെന്ന് അതിന്റെ വിവരങ്ങളൊക്കെ മനസ്സിലായി. വിജ്ഞായ തദ്വിധാസ്യാമോ യഥാശം സുഹൃദാം ഭവേൽ. അങ്ങനെ അത് അറിഞ്ഞു വരുവാൻ വേണ്ടി ഹസ്തിനാപുരിയിലേക്ക് അങ്ങ് വേഗം യാത്രയാകണം എന്ന് ആ അക്രൂരനെ പറഞ്ഞു അവിടുന്ന് തയ്യാറാകുന്നു. ഇതോടുകൂടിയോ ഇത്യക്രൂരം സമാദിശ്യ ഭഗവാൻ ഹരിരീശ്വര സംഘർഷണോദ്ധവാഭ്യാം വൈ തതസ്വഭവനം യതയോ. അങ്ങനെ ആ വിവരമറിഞ്ഞ ശേഷം ഞങ്ങള് അവർക്ക് സൗഖ്യം വരുവാനുള്ളതായിട്ടുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് രാമകൃഷ്ണന്മാര് അക്രൂരനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെയായിട്ടുള്ള ആ ഈശ്വരനായിട്ടുള്ള ശ്രീഹരി, അല്ലെ, ഭഗവാൻ അക്രൂരന് ഇപ്രകാരമൊക്കെ നിർദ്ദേശങ്ങളെയൊക്കെ കൊടുത്തു. വേഗം തന്നെ എന്ത് ചെയ്തു? ഉദ്ധവന്റെയോടും ബലരാമനോടും കൂടിക്കൊണ്ട് വേഗം ആ അക്രൂരനോട് യാത്ര പറഞ്ഞുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 48ാമത്തെ അധ്യായം അവിടെ അവസാനിക്കുന്നത്. ഇനി അക്രൂരൻ ഹസ്തിനാപുരത്തിൽ ചെന്ന് യുധിഷ്ഠിരാദികളുടെ സാധു അസാധു അല്ലെങ്കിൽ നല്ലതോ എന്താണ് അവർക്ക് സ്ഥിതി നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെയുള്ള അറിയുവാൻ വേണ്ടിയിട്ട് ഹസ്തിനാപുരിയിലേക്ക് പ്രവേശിക്കുന്ന രംഗങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് നാളെ അനുസന്ധാനം ചെയ്യാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.